കരയാമട്ടം വിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, രാമായണ പാരായണം, പ്രസാദഊട്ട് എന്നിവ നടന്നു. ജൂലൈ 27 ഞായറാഴ്ച നടക്കുന്ന മഹാധന്വന്തരി ഹോമവും മഹാഗണപതി ഹോമത്തിന്റെയും ലഘുലേഖ പ്രകാശനവും അഖണ്ഡനാമജപ ലിഖിത പ്രകാശനവും നടത്തി. ഹരേകൃഷ്ണ പ്രസ്ഥാന പ്രചാരകൻ ഗിരി തയ്യിൽ ബേബി ബാബുവിന് കൈമാറി. ക്ഷേത്ര ഭാരവാഹികളായ സുകേഷ് കൊച്ചിപ്പറമ്പത്ത്, സതീഷ്, സുധീർ, ലതിക ഗിരി, ലാലി ശിവകുമാർ, സുസ്മിത ജിൻസ്, ലത സതീഷ്, രജിതൻ എന്നിവർ സംസാരിച്ചു. കരയാമുട്ടം ഹരേകൃഷ്ണ പ്രസ്ഥാനം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്തുന്ന പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. അവതാരമാണ് ഡോക്ടറായിട്ട് അവതരിച്ചിരിക്കുക. ഭഗവാൻ പല രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. വ്യാസമഹർഷി എന്താണ്, ആരാണ്? പണ്ഡിതനായിട്ട് അല്ലേ? അങ്ങനെ പല രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഇത് ധന്വന്തരി എന്ന് പറയുന്നത് ഒരു ഡോക്ടറായിട്ട് ഭഗവാൻ അവതരിച്ചു. അതെന്താണ് ഡോക്ടർമാർ നമുക്ക് എന്താ ചെയ്യുക? നമ്മളെ സുഖമാക്കില്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹോമം ഞങ്ങളിവിടെ തീരെ നടത്താറില്ല. ഞങ്ങളിപ്പോൾ ഈ 27-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണി തൊട്ടുള്ള ഹോമമുണ്ട്. സഹസ്രമൂർത്ത വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രവാൻ ആവർത്തനോ നിവർത്താത്മാ സമൃദ്ധ